കേരള സർക്കാർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന നിയമമാണ് ചർച്ച് ആക്ട് എന്ന് പറയുന്നത്. ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കാലത്ത് 2 പ്രാവശ്യം ഇതിനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. 2019 ജസ്റ്റിസ് VR കൃഷ്ണയ്യർ ചെയർമാൻ ആയിരുന്ന നിയമ പരിഷ്കരണ കമ്മീഷനാണ് ചർച്ച് ആക്ട് ബില്ല് തയ്യാറാക്കി ആദ്യം അവതരിപ്പിച്ചത്. ചർച്ച് പ്രോപ്പർട്ടീസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ട്രസ്റ്റ് ബിൽ 2009 എന്നായിരുന്നു ഈ ബില്ലിന്റെ പേര്. നീണ്ട 10 വർഷം കഴിഞ്ഞ് 2019 ജസ്റ്റിസ് KT തോമസ് ചെയർമാനായ നിയമപരിഷ്കരണ കമ്മീഷൻ ഈ ബില്ല് വീണ്ടും അവതരിപ്പിച്ചപ്പോൾ അത് ചർച്ച് പ്രോപ്പർട്ടീസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബിൽ 2019 എന്നാക്കി മാറ്റി. 2019 ബില്ലിൽ ഗവൺമെന്റിന് നിയമങ്ങൾ ഉണ്ടാക്കുവാൻ പരിധിയില്ലാത്ത അധികാരമാണ് നിർദ്ദേശിച്ചിരുന്നത്. ഈ പഴുതുപയോഗിച്ച് മുമ്പ് വിവാദമായിരുന്ന 2009 ബില്ല് തിരികെ കയറ്റുവാനായിരുന്നിരിക്കാം ഉദ്ദേശം. വിവിധ സഭകളുടെ എതിർപ്പിനെ തുടർന്ന് 2 ബില്ലുകളും നിയമമാക്കുന്നതിനുള്ള തുടർ നടപടികൾ ഉണ്ടായില്ല. എന്താണ് 2009 ചർച്ച് ബിൽ എന്ന് ഇനി നോക്കാം. സഭയെ ഇടവക തലം, ഭദ്രാസന തലം, സഭാതലം എന്നിങ്ങനെ 3 ട്രസ്റ്റുകളാക്കി തരംതിരിക്കുന്നു. ഇടവക തലമാണ് സഭയുടെ അടിസ്ഥാന യൂണിറ്റ്. ആക്ട് നടപ്പിലായി 6 മാസത്തിനകം എല്ലാ ഇടവകകളും ഒരു ചാരിറ്റബിൾ ട്രസ്റ്റായി രജിസ്റ്റർ ചെയ്യണമെന്ന് കരട് നിയമത്തിൽ 5ാമത്തെ വകുപ്പിൽ പറഞ്ഞിട്ടുണ്ട്. ഭദ്രാസനത്തിന്റെയും സഭയുടെയും രജിസ്ട്രേഷനെ കുറിച്ച് ഒന്നും പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ലെങ്കിലും ഒരു ട്രസ്റ്റ് എന്ന നിലയിലാണ് നിയമാവലിയിൽ പരിഗണിക്കുന്നതും പിന്നെ പരാമർശിക്കുകയും ചെയ്തിട്ടുള്ളത്. ഭദ്രാസന തലത്തെ ജില്ലാതലമെന്നും സഭാതലത്തെ സംസ്ഥാന തലമെന്നും വിളിക്കും. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, ജില്ല, സംസ്ഥാനം എന്നിങ്ങനെ ഒരു സംസ്ഥാനത്തെ തരംതിരിക്കുന്നത് പോലെയാണ് തോന്നാമെങ്കിലും സംസ്ഥാനത്തെയും ജില്ലയിലെയും ഭരണാധികാരികൾക്കുള്ള അവകാശ അധികാരങ്ങളൊന്നും സഭാതലവനോ ഭദ്രാസന അധികാരികൾക്കോ ഉണ്ടാവുകയില്ല. കാരണം ഇടവകയും ഭദ്രാസനവും സഭയും 3 വ്യത്യസ്ത ട്രസ്റ്റുകളാണ്. സഭാതലവൻ സഭാതല ട്രസ്റ്റിന്റെയും ട്രസ്റ്റ് കമ്മിറ്റിയുടെയും അധ്യക്ഷൻ മാത്രമായിരിക്കും. ഭദ്രാസന ഭരണത്തിലോ ഇടവക ഭരണത്തിലോ ട്രസ്റ്റിന്റെ അധികാരത്തിൽ കൈകടത്താനോ സഭാ മേലധ്യക്ഷന് കഴിയില്ല. ഭദ്രാസന മെത്രാൻ ഭദ്രാസന തല ട്രസ്റ്റിന്റെയും ട്രസ്റ്റ് കമ്മിറ്റിയുടെയും അധ്യക്ഷനായിരിക്കും. ഇടവക ട്രസ്റ്റിൽ അദ്ദേഹത്തിന് പ്രത്യേകിച്ചൊരു ഭാഗതയോ ഉണ്ടായിരിക്കില്ല. ഇടവക ട്രസ്റ്റിന്റെയും ട്രസ്റ്റ് കമ്മിറ്റിയുടെയും അധ്യക്ഷൻ ഇടവക വികാരിയുമായിരിക്കും. ഇടവക ട്രസ്റ്റ് പൊതുയോഗത്തിൽ ആ ഇടവകയിലെ പ്രായപൂർത്തിയായ എല്ലാവരും അംഗങ്ങളാണ്. ഈ ട്രസ്റ്റ് പൊതുയോഗമാണ് മൊത്തം കുടുംബങ്ങളുടെ എണ്ണത്തിന് ആനുപാതികമായി ഇടവകയുടെ മാനേജിംഗ് ട്രസ്റ്റി ഉൾപ്പെടെ ട്രസ്റ്റ് കമ്മിറ്റി അംഗങ്ങളെയും ഭദ്രാസന ട്രസ്റ്റിലെയും സഭാ ട്രസ്റ്റിലെയും അംഗങ്ങളെയും തിരഞ്ഞെടുക്കുന്നത്. 300 കുടുംബങ്ങൾക്ക് ഒരാൾ എന്ന കണക്കിൽ ഭദ്രാസന ട്രസ്റ്റിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നു. ഓരോ ഇടവകയിൽ നിന്നും ഒരാൾ എന്ന നിലയിൽ സഭാ ട്രസ്റ്റിലെയും ഇടവക ട്രസ്റ്റ് പൊതുയോഗത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് നടത്തുന്നു. ഭദ്രാസന ട്രസ്റ്റിൽ നിന്നും 10 പേർ വീതവും സഭാ ട്രസ്റ്റിൽ ഉണ്ടായിരിക്കും. അതായത് ട്രസ്റ്റിലെ കമ്മിറ്റി അംഗങ്ങളെ ട്രസ്റ്റ് പൊതുയോഗമാണ് തിരഞ്ഞെടുക്കുന്നത്. ഇടവക ട്രസ്റ്റ് കമ്മിറ്റിയിൽ ആദ്യ 100 കുടുംബങ്ങൾക്ക് 7 പേരെയും തുടർന്ന് വരുന്ന ഓരോ 100 കുടുംബങ്ങൾക്കും 3 പേരെ വീതവും തിരഞ്ഞെടുക്കാം. ഭദ്രാസന ട്രസ്റ്റ് കമ്മിറ്റിയിൽ മാനേജിംഗ് ട്രസ്റ്റി ഉൾപ്പെടെ 25 പേരായിരിക്കും ഉള്ളത്. സഭാതല ട്രസ്റ്റ് കമ്മിറ്റിയിൽ 101 ട്രസ്റ്റിമാരായിരിക്കും തിരഞ്ഞെടുക്കപ്പെടുന്നത്. ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ ട്രസ്റ്റിന്റെ വസ്തുവകകളുടെ ഉടമസ്ഥത എല്ലാ ട്രസ്റ്റ് അംഗങ്ങൾക്കും പൊതുവായും അത് കൈകാര്യം ചെയ്യുന്നതിനുള്ള ചുമതല തിരഞ്ഞെടുക്കപ്പെട്ട ട്രസ്റ്റിമാർക്കുമായിരിക്കും. ക്രിസ്തുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിച്ച ആർക്കും ഈ ട്രസ്റ്റിൽ അംഗമാകാനുള്ള വാതിലാണ് ഈ ബിൽ തുറന്നിടുന്നത്. സഭയെ നിർവചിച്ചിരിക്കുന്നത് ക്രിസ്തുവിനെ ആരാധിക്കാൻ ഒരുമിച്ച് ചേരുന്നവരുടെ കൂട്ടം എന്നാണ്. അത് കരട് നിയമത്തിൽ വകുപ്പിൽ 4 പറയുന്നുണ്ട്. അതുപോലെ സഭയിലെ ആത്മീയ ശുശ്രൂഷ അവകാശപ്പെടാൻ സാധിക്കുന്നവരുടെ യോഗ്യത ക്രിസ്തുവിനെ രക്ഷകനായി അംഗീകരിക്കുന്ന അംഗങ്ങളായിരിക്കണം. വകുപ്പ് 20 ചൂണ്ടിക്കാണിക്കുന്നതാണിത്. ഇവിടെയൊന്നും മാമോദീസ സ്വീകരിക്കുക ഒരു അവിഭാജ്യ ഘടകമായി കാണുന്നില്ല. അതായത് മാമോദീസ സ്വീകരിക്കാത്തവർക്കും വിശുദ്ധ കുർബാന കൊള്ളാം. ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചിരിക്കുന്നു എന്ന ഒരു സത്യവാങ്മൂലം മാത്രം മതിയായിരിക്കും. അങ്ങനെ ഒരാളെ ട്രസ്റ്റിൽ സ്വീകരിക്കുന്നതിന് തടസ്സമില്ല. കാരണം തീരുമാനമെടുക്കേണ്ടത് ട്രസ്റ്റ് പൊതുയോഗമാണല്ലോ. അതായത് പൊതുയോഗത്തിൽ ഭൂരിപക്ഷം പേർ തീരുമാനിച്ചാൽ ആർക്കും ഇതുപോലെ ഇടവകയിലും ട്രസ്റ്റിലും കയറിപ്പറ്റാം. നിരീശ്വരവാദിയോ, ശിക്ഷിക്കപ്പെട്ട കുറ്റവാളിയോ, മനോരോഗിയോ, മന്ദബുദ്ധിയോ, മദ്യത്തിനോ മറ്റു ലഹരികൾക്കോ അടിമയോ അല്ലാത്ത പക്ഷം ആർക്കും ട്രസ്റ്റിയായി തിരഞ്ഞെടുക്കപ്പെടാം. വകുപ്പ് 7 ചൂണ്ടിക്കാട്ടുന്നതാണിത്. ചുരുക്കത്തിൽ ട്രസ്റ്റിലെ ഭൂരിപക്ഷമായിരിക്കും ആരൊക്കെ സഭാഭരണം നടത്തണമെന്ന് തീരുമാനിക്കുന്നത്. ട്രസ്റ്റിന്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്ന് അടുത്ത ദിവസം അറിയിക്കാം.